ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം രാത്രിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നതി സംബന്ധിക്കുന്ന എല്ലാവരെയും ഈ ചുറ്റുപാടിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പ്രവർത്തകർ, ട്രെയിനിങ്ങിലുള്ളവർ, വോളണ്ടിയേഴ്സ്, അതുപോലെ കോർഡിനേറ്റേഴ്സ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കള്, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും സന്തോഷത്തോടെ ഈ കൂടിയരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സൗരം പ്രകാശ് നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അതുപോലെ കർത്താവിൻ്റെ വയൽ പ്രദേശത്തായിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട റജി വിദേശി, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചിതരാണ്. ഇവിടെയൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പല മീറ്റിങ്ങുകളിലും കടന്നു വന്ന് ദൈവജനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരോടൊന്നിച്ച് കടന്നു വരുവാനിടയാക്കി പ്രത്യേകമായിട്ട് വിദേശിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട അജയച്ചൻ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു സെൻറ്ററിലെ കാരക്കൽ തൊട്ട് ഇവിടെ നടക്കുന്ന കോഴ്സുകളിൽ ഒക്കെ വന്ന് ക്ലാസ്സുകളെടുത്ത് നമ്മെ സഹായിച്ച കർത്താവിൻ്റെ ദാസനാണ്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ബഹുമാനമുള്ള രാജശാൻ ഞാൻ വിളിക്കുന്നെങ്കിലും അത് ഒഫീഷ്യൽ നെയിം രാജു ടി തോമസ്. അദ്ദേഹം കർത്താവിൻ്റെ വയൽ പ്രദേശ് കഴിഞ്ഞ ആളുകൾ വിദേശത്തൊക്കെ ജോലി ചെയ്തെങ്കിലും അവിടെയൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും തുടർന്ന് റാന്നിയുടെ പ്രദേശത്ത് തൻ്റെ ദേശത്ത് തന്നെ കടന്നു വന്ന് ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തുകയും അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ഞങ്ങൾക്ക് അന്യോന്യം അറിയാമെങ്കിലും അടുത്ത് പരിചയപ്പെടുന്ന ഈ അടുത്ത ചില ആഴ്ചകൾക്ക് മുമ്പാണ്. റാന്നിയിൽ അനാംസിൻ്റെ ഒരു ഫോളോ അപ്പ് സെൻറ്റർ തുടങ്ങുന്നതോടുള്ള ബന്ധത്തിൽ നടക്കുന്ന മീറ്റിങ്ങിലും അതുപോലെ തന്നെ അവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ പരസ്യ യോഗം ക്രമീകരിക്കുകയും അവിടെയുള്ള ദൈവദാസന്മാരെ ഒക്കെ ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് പ്രിയപ്പെട്ട രാജാന്റെ ഭവനത്തിനും കടന്നു ചെല്ലുവാനും ക്ഷണിപ്പാനും ഇടയായി തീർന്നത്. നമ്മുടെ ആ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു വന്ന് പ്രത്യേകിച്ച് പങ്കാളിത്തം വഹിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ തന്നെ ഒരു ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് നടക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവഹിതമാണെങ്കിൽ മീറ്റിങ്ങിൽ ആദ്യം താമസിയാതെ പോകാനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചിട്ടുണ്ട്. പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. റാന്നിയുടെ പ്രദേശത്ത് ഒക്കെയുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ പങ്കെടുക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം നടക്കുക. ആ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിന് കൊടുത്തതായിട്ടുള്ള ആലോചനയും ദർശനവും ഒക്കെ അനുസരിച്ച് മാത്രമല്ല തൻ്റെ ആ ഹോളിൽ വെച്ച് പല മീറ്റിങ്ങുകൾ, ഇവിടെയുള്ള മിഷൻസ് ഇന്ത്യയുടെ അതുപോലുള്ള പല ക്രിസ്തീയ സംഘടനകളുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് അറിയുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തതിലുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി മീറ്റിങ്ങിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ മടി കൂടാതെ തന്നെ കടന്നു വരാമെന്ന് സമ്മതിച്ചു. കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ പ്രിയപ്പെട്ട രാജശാനെ സന്തോഷത്തോടെ ഈ കുടിയേരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൗരം ബെന്നിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. നമുക്കറിയാം, എളിയൽ കടാരയും കയ്യിൽ വെട്ടുകത്തിയും ഒക്കെ ആയിട്ട് നടന്ന ചെറുപ്പക്കാരൻ ഇന്ന് ആ കരത്തിലിരിക്കുന്നത് അനേകരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. നിശ്ചയമായിട്ടും ദൈവം അദ്ദേഹത്തെ വരും നാടുകളിൽ അനേകരെ നേടിയെടുക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിട്ടിരിക്കുന്ന ഓരോ സഹോദരന്മാരും വ്യത്യസ്തമായ സാക്ഷ്യങ്ങളിലൂടെ കടന്നു വന്നവരാണ്. നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുവാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിനായിട്ട് സമയം വേർതിരിക്കുന്നില്ല. എല്ലാവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് തുടർന്നുള്ള 1 മണിക്കൂർ സമയം നമുക്ക് ഉണ്ട്. ആ സമയം ദൈവജനം കേൾക്കുവാൻ എന്നെ തുടർന്ന് സൗരൻ കൃഷ്ണമൂർത്തി മുൻപോട്ട് വന്ന് സമാപന പ്രാർത്ഥന നടത്തണം. പ്രിയപ്പെട്ട അനുസാറ് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രസ്താവനയും അതുപോലെ നന്ദിയും രേഖപ്പെടുത്തി പ്രിയപ്പെട്ട രാജാന്റെ ആശീർവാദത്തോടുകൂടെ ഇന്നത്തെ മീറ്റിംഗ് സമാപിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ കരങ്ങളെ തട്ടി പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ വെൽക്കം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധവും നിസ്തുല്യമുള്ള നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എത്രയും സ്നേഹമുള്ള പ്രിയ ജോജി, പ്രിയ അജിയച്ചന്, പ്രിയ റജീവ് ദേശി,
കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്ന ദൈവജനം, ഇന്ന് രാത്രി ഈ വചന കൂടാരത്തിൽ അനേക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അനേക ശുശ്രൂഷകൾ നേരിട്ട് കണ്ട് അനുഭവം മനസ്സിലാക്കിയതായുള്ള ദൈവജനം ഒരുമിച്ച് കൂടി വന്നപ്പോൾ ആ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന വിലയേറിയ സൗഭാഗ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അനാംസിനെ കുറിച്ച് ഞാൻ 2017 ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ സെറ്റിലായത്. ആ സമയം മുതലേ കേൾക്കുന്നുണ്ട്, പലരും പല രീതിയിൽ അതിൻ്റെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജോർജിയെ പരിചയപ്പെട്ടത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം റാന്നിയിൽ വന്നപ്പോൾ നേരിട്ട് കാണാനായിട്ടും പരിചയപ്പെടുവാനായിട്ടും അതിനുശേഷം പിന്നീടുള്ള ദിവസം അവിടെ നടന്നതായിട്ടുള്ള പരസ്യ യോഗത്തിൽ പങ്കെടുക്കുവാനൊക്കെയും ദൈവം സഹായിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ ശുശ്രൂഷയിലെ ആ ഒരു ഭാഗഭാക്കായി തീരുമാനക്കൊണ്ട് ദൈവം എന്നെയും സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറയുന്നത് 13-ാം സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യത്തിൽ, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഒരു ദൈവപൈതലിന് പറയുവാനായിട്ട് കഴിയുന്നത് നമുക്ക് ലഭിച്ച രക്ഷ, അതിൽ പരം അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നുമില്ല. ഇന്ന് നമ്മളെ വായിച്ച സങ്കീർത്തനവും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാ. എങ്ങനെയുള്ളവരെയാ? മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം രക്ഷിക്കുക മാത്രമല്ല, അവൻ വിടുവിക്കുന്ന. പ്രിയ ബെന്നിനെ പോലെയുള്ള നമ്മുടെയൊക്കെ ജീവിതം ഏകദേശം ഒരു 10 വർഷക്കാലം ഇതുപോലുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് ഇടയായി. 15-ാമത്തെ വയസ്സ് മുതൽ 25-24 വയസ്സ് വരെ ഇതുപോലുള്ള ചെറിയ ജീവിതം കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുടെ സാഹചര്യം ഉണ്ടായി. സാക്ഷ്യം പറയാനാണെങ്കിൽ ഒത്തിരി സാക്ഷ്യം പറയാനായിട്ടുണ്ടാവുകൊണ്ട് ഇപ്പം സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നില്ല, പിന്നീട് മറ്റൊരിക്കൽ അത് ഓർപ്പിച്ചുകൊള്ളാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഓർപ്പിച്ചതുപോലെ, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ നിനക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടി. ഏത് പാട്ടാ? നമ്മുടെ ദൈവത്തിനൊരു പാട്ടുപാടുവാനായിട്ട് 42-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തില് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുക, യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രികാലങ്ങളിൽ ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഒരു ദൈവപൈതലിന്റെ പാട്ടെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു വരുന്നതാ. കാരണം അത് ചില ക്രമീകരണങ്ങളുടെ നടുവിലാണ്. നമ്മൾ 34-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ അതിന്റെ 24 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴോട് പറയുക, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. അപ്പം അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, മനസ്സു തകർന്നവരെ ആര് രക്ഷിക്കുന്നു? ദൈവം രക്ഷിക്കുന്നു. അപ്പം ഈ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നത് എങ്ങനെയാ? അവൻ തന്നെ അത് അവന്റെ ജീവിതത്തിൽ പ്രിയ ബെൻ ഓർപ്പിച്ചതുപോലെ അവൻ സ്വയമായിട്ട് വരുത്തി വയ്ക്കുന്നതാ. ദൈവമല്ല ആരെയും ശിക്ഷിക്കുന്നത്. ദൈവം പാപികളെ സ്നേഹിക്കുന്ന ദൈവമാ. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. അവൻ അതേ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവം അതേ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ തൊക്കൊണ്ടും തൻ്റെ രക്തം ഒഴുക്കി തരുവാൻ തൊക്കൊണ്ടും സ്വർഗ മഹിമ വിട്ട് താണലോകത്തിലേക്ക് വന്ന അരുമനാഥൻ നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ തന്നെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. എന്നാൽ അതേ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഒരു പാട്ട് പാടുവാൻ തൊക്കണം. യഹോവ പകൽ നേരത്ത് ദയ കൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങളുടെ ദയ കൽപ്പിച്ചത് കൊണ്ട് ഈ രാത്രി ജീവനുള്ളവരുടെ ദേശത്ത് നിലനിർത്തിയിരിക്കുന്നത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴൽ
വിരലായി നടക്കുന്നു. നിശ്ചയം അവൻ വ്യർത്ഥമായിട്ട് ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്നു അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായിട്ട് കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു പറവാണ്ടൊക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രത്യാശയുള്ളവരായിട്ട് ഇന്ന് രാത്രി വിവിധങ്ങളായുള്ള നിലകളിൽ വിടുവിക്കപ്പെട്ടവര്, സൗഖ്യം ലഭിച്ചവര്, ദൈവം രക്ഷിച്ചവര്, അങ്ങനെയുള്ളവര് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്ടൊക്കണം. ദൈവം നമുക്ക് തന്ന വിലയേറിയ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം പ്രിയ ജോർജ് ബ്രദർ ഓർപ്പിച്ചതുപോലെ എൻ്റെ സ്വദേശം റാന്നിയിലാണ്. ഞാൻ ഏകദേശം 35 വർഷക്കാലത്തോളം അത് വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. അത് 1977 കോഴഞ്ചേരി കോളേജിൽ നിന്ന് BCom പാസ്സായതിനു ശേഷം ബോംബെയിലേക്ക് കടന്നുപോയി. അവിടുന്ന് 81 ഗൾഫിലേക്ക് കടന്നുപോയത്. അങ്ങനെ നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നാട്ടിൽ ഇപ്പോൾ കടന്നു വന്ന് 2017 മുതൽ ഈ സമയം വരെയുള്ളതായിട്ടുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അജീച്ചനോട് സംസാരിച്ചപ്പോൾ അജീച്ചൻ പറഞ്ഞു, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരാനായിട്ട് വരുമോ എന്നറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റജി ഉപദേശിയെ വിളിച്ചു. അപ്പോൾ റജി ഉപദേശിയും വരാമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അവസാനം രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാണ്ടൊക്കണം ദൈവം സഹായിച്ചു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം മുന്നോട്ട് കടന്നു പോകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലെ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിച്ച് ഇന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാണ്ടൊക്കണം. ദൈവിക ആലോചന നമുക്ക് ഏറ്റെടുക്കുവാണ്ടൊക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കുമാറാകട്ടെ. സഭാപ്രസംഗികളുടെ പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും അതിപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പരപിതാവാൻ ദൈവമേ, മനോഹരമായിട്ടുള്ള ഞങ്ങൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ നിങ്ങളെ അവിടുന്ന് കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങളിങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പച്ച. ഞങ്ങളായിരിക്കുന്നത് മുഴുവനും ദൈവകൃപയൊന്നു മാത്രമാണെന്ന് ഓർക്കുവാൻ തൊക്കണം. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം കർത്താവെ, ഇന്ന് സന്ധ്യാസമയത്ത് അവിടുത്തെ പരിശുദ്ധ പാദപീഠത്തിലായിരിക്കാൻ തൊക്കണം. എനിക്കൊരു സ്തോത്രയാഗം അർപ്പിക്കുവാൻ തൊക്കണം. അടിങ്ങൾക്ക് തന്ന വിലയേറിയ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അനുഭവങ്ങൾ കടന്നു വന്നതാ. എന്നാൽ കർത്താവെ, രക്ഷിച്ച് വിടുവിച്ച് കർത്താവെ വീണ്ടെടുപ്പ് തന്ന് നിത്യരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി. ഇന്ന് രാത്രി കർത്താവെ, ഈ വാത്സല്യ കൂടാരത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രമർപ്പിച്ച കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. വായിച്ച് കേൾപ്പിച്ച വചനഭാഗത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിനാൽ ചിന്തിപ്പാൻ തക്കോണം. കേൾക്കുന്ന ഏവരുടെയും ഹൃദയത്തിൽ അത് ആഴമായിട്ട് പതിവാൻ തക്കോണം. അടിങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. വരുന്ന കർത്താവെ, ആ കൺവെൻഷനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ഒരുങ്ങുവാൻ തക്കോണം. ഞാൻ കടന്നു വന്നപ്പോൾ പ്രിയ ജോർജിമായോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതേ മാസത്തിന്റെ ആദ്യത്തെ ചില ദിവസങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ടാ ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്നാൽ ദൈവത്തിനോട് ആലോചന ചോദിച്ച് അവിടുത്തെ സന്നിധിയിൽ തീരുമാനത്തോടെ കടന്നു വന്ന് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ചുമകൽ കൊടുക്കുവാൻ തൊക്കണം. പ്രിയ മക്കൾ കാണിച്ച ഈ നല്ല അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രമർപ്പിച്ച നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വായിച്ചു കേൾപ്പിച്ച വചനഭാഗത്തെ ഒരിക്കൽ കൂടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. വാഴ്ത്തി നുറുക്കി അടിയങ്ങൾക്ക് തരുമാറാകണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവെ, ശേഷിപ്പിന്റെ കുട്ടകളുമായിട്ട് മടങ്ങിപ്പോകുവാൻ അടിയങ്ങൾ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമേനിക്ക് ഒരുപോലെ പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഇന്ന് ദൈവസ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവവചനം ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ തത്വസംഹിതകളും മറ്റു പഠിപ്പിക്കലുകളൊക്കെ നമ്മളെ വ്യത്യസ്തമായുള്ള ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ വിദ്യ പറഞ്ഞു തന്നേക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേക്കാം. എന്നാൽ ദൈവ വചനത്തിന് മാത്രമുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ ലോകത്തിന് അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ തൊക്കണം. നമുക്ക് വേണ്ടി നിത്യത ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. അത് നമ്മൾ വായിച്ച അത് ആ വാക്യത്തിൽ ഇപ്രകാരം നമ്മളെ പറയുന്നത്: നിന്റെ
നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഇത് ബാക്കി ഇതിനു മുമ്പുള്ള 11 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശലോമോൻ, ഇതിൻ്റെ എഴുത്തുകാരനായുള്ള ശലോമോൻ ചില കാര്യങ്ങളൊക്കെ അവിടെ നമ്മളെക്കുറിച്ച് അവിടെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഓർപ്പിക്കുക, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അത് പറയുന്നതിൻ്റെ കാരണം, ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. അപ്പോൾ ദുർദിവസങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നല്ല, അത് വരും. അത് ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ടു ഹാപ്പൻ. അങ്ങനെ സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം അത് നമ്മളെ മുന്നറിവ് തരികയാണെങ്കിൽ, നമുക്ക് എന്തിനാ മുന്നറിവ് ലഭിക്കുന്നത്? മുന്നറിവ് ലഭിച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ വാണിംഗ് ബോർഡുകളൊക്കെ ഉണ്ട്. ആ വാണിംഗ് ബോർഡുകളൊക്കെ കാണുമ്പോൾ അതിന്റെ താല്പര്യം എന്താണ് ചോദിച്ചാൽ, അതിൽ നിന്ന് ഈ അപകടം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അതിന് നമുക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ തൊക്കണം, അവിടുന്ന് നമുക്കൊന്ന് രക്ഷപ്പെടുവാൻ തൊക്കണം ഒരു മാർഗമാണ് ഈ സൈൻ ബോർഡ്. അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഒരു സൈൻ ബോർഡ് നമ്മളെ ഇന്ന് രാത്രി വായിച്ചു കേൾപ്പിക്കുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് മറക്കുന്നവരും മറക്കേണ്ടത് ഓർക്കുന്നവരുമാ. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, കാരണം ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമല്ല, സൂര്യന് വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ചില കാല സംഭവങ്ങളെ കുറിച്ച് ഓർപ്പിക്കുക, ചില പ്രകൃതിയുടേതായുള്ള ചില പ്രവർത്തനങ്ങളെ ഓർപ്പിക്കുക. നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടം, ചൂടേറിയ അനുഭവങ്ങൾ, നമുക്ക് തക്കതായുള്ള മഴ ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. അതെ, യെരൂശലേമിലെ രാജാവായിരുന്ന ദാവീദിന്റെ മകനായുള്ള ശലോമോന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ വചനം തുടങ്ങുന്നത്. നമുക്കറിയാം, ദൈവം ഏറ്റവും അധികം ജ്ഞാനം കൊടുത്തതായിട്ടുള്ള ഈ രാജഭരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന് വേണ്ടതായുള്ള ജ്ഞാനവും ബുദ്ധിയും, അതുപോലെ ഈ ലോകത്തിലെ ആർക്കും ലഭിക്കാത്ത സമ്പത്തും, അതുപോലെ തന്നെ എല്ലാവിധമായുള്ള പ്രശസ്തിയും പേരും പെരുമയും ലഭിച്ചതായിട്ടുള്ള ആ ശലോമോൻ ചില വാണിംഗ് നമുക്ക് തരിക, ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരിക. അതിൻ്റെ താല്പര്യം എന്താണ് ചോദിച്ചാൽ, നമ്മുടെ മുൻപിൽ ഇതുപോലുള്ള പ്രതിസന്ധി കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പാനായിട്ട് കഴിയുവാനായിട്ട്, അതെ, ദൈവസ്ഥാനത്തിൽ നമ്മളെ മുന്നൊരുക്കുവാനായിട്ട്. അതുകൊണ്ട് ദൈവസ്ഥാനിലേക്ക് ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുമ്പോൾ ശലോമോൻ നമുക്ക് തരുന്ന മുന്നാലോചന എന്താണ് ചോദിച്ചാൽ, അതെ, ദുർദിവസങ്ങൾ വരും. അവിടെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവസ്ഥാനത്തിൽ നമ്മളെ അതിനുവേണ്ടി ഒരുക്കുവാനായിട്ട് വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ തത്വ സംഹിതകളും ഈ ലോകത്തിന്റെ മറ്റ് താല്പര്യങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ മാറ്റപ്പെടാത്ത ഒരു അരുമനാഥൻ തന്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കാം. നമുക്ക് എപ്പോഴും വേണ്ടിയത് അവസാനം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം എന്താകുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ആകാംക്ഷയുള്ളവരാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, അതേ, ദുർദിവസങ്ങൾ വരികയും അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളത് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളോട് പറയുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. Now all has been heard. Here is the conclusion. നമുക്ക് എപ്പോഴും വേണ്ടത് ജീവിതത്തിൽ ഒരു കൺക്ലൂഷൻ വേണം, നമുക്കൊരു പരിസമാപ്തി വേണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ പോരാ. ബെൻ പറഞ്ഞതുപോലെ അത് വീണ്ടും വീണ്ടും അത് ഓർക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായിട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം, അതാണ് ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരല്ല, നമ്മൾ പിടിക്കപ്പെടാത്ത, അത് തെറ്റ് ചെയ്ത് നമ്മളൊക്കെ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടതായിട്ടുള്ള അനേക അനുഭവങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതം ഉണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചത് കൊണ്ട്, അവന്റെ രക്തം ഒഴുക്കി നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, അവന്റെ മകനാക്കി മകളാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് സന്ധ്യാസമയത്ത് അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ, now all has been heard. Here is the conclusion of the matter. Fear the God.
and keep his commandments. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക. For this is the duty of all mankind. ഇത് എല്ലാവരുടെയും, അത് സകല മനുഷ്യരും പ്രമാണിച്ചു കൊള്ളുവാനായിട്ട് ദൈവം തന്ന ദൈവവചനമാണെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. ഇത് നമ്മൾ നിശ്ചയമായിട്ട് നമ്മൾ പ്രമാണിക്കണമെന്ന് ദൈവവചനം അനുശാസിക്കുന്നെങ്കിൽ അതിന് ഒരു കാരണം കൂടെ പറയുക. 14-ാമത്തെ വാക്യം. അതെ, ഇത് ദൈവം പറയുന്നതിന്റെ ആലോചന എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരും. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം എല്ലാവരും അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വി ആർ അക്കൗണ്ടബിൾ, വി ആർ ആൻസറബിൾ. നമ്മുടെ ജീവിതത്തിൽ അതിന് മറുപടി കൊടുത്തേ മതിയാകത്തുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ വചനം വളരെ സ്നേഹത്തോടെ നമ്മളെ ഓർപ്പിക്കുക. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. For the God will bring every deed into the judgment, including every hidden thing, whether it is good or evil. അതെ, നല്ലതും തീയതും ഈ ലോകത്തിലെ നമ്മൾ നോക്കുമ്പോൾ നല്ലതുണ്ട് തീയതുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അതെ, ദൈവത്തിന്റെ വലിയ ആലോചന എന്താണെന്ന് ചോദിച്ചാൽ ദൈവ വചനത്തിന് മാത്രമുള്ള മനോഹരതയാത്. ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമ്മളെ ഉപദേശിക്കുമെങ്കിലും ദൈവവചനം അത് രണ്ടും നമുക്ക് കാണിച്ചു തരും. നല്ലതും തീയതും, അതെ, അനുഗ്രഹവും ശാപവും ഒരുമിച്ച് പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ വചനം നമ്മള് അത് ആവർത്തന പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു, ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് സഭാപ്രസംഗത്തിൽ കണ്ടതുപോലെ നല്ലതും തീയതും നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ഒരു അവസരം ദൈവം തരും. അത് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ അത് ഏതെങ്കിലും രീതിയിൽ പ്രഷർ ചെയ്ത് ഇതങ്ങ് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ദൈവമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്യും, അത് ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്തുവാ, അതിന്റെ അവസാനം എന്താ, അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അത് നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. See, I am setting before you today a blessing and a curse. Let me tell you, my dear brothers and sisters, there is a blessing always and there is a curse too. Which one we want to accept today? Which one we want to select today? എന്താണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നത്? ഇന്ന് രാത്രി നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക, ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം. He is questioning our obedience today. He is demanding our obedience today. ഇന്ന് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ചിലത് ചോദിക്കുക, നമുക്ക് അവനെ ഒന്ന് അനുസരിക്കുവാനായിട്ട് കഴിയുമോ? പാപമെന്ന് പറയുന്ന അനുസരണക്കേട് നിമിത്തമാണ് പാപം ലോകത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം. അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടു മാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. വളരെ ഖണ്ഡിതമായിട്ട്
വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ചിലത് നമ്മളെ ഓർപ്പിക്കുക. നമുക്ക് സംശയത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായിട്ട് അവിടെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടു മാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപമാ. ശാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതറിയാതെ കടന്നു വരും. ഇത് ശത്രുവിൻ്റെ വലിയതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, മറന്നു പോകരുത്. അത് ബെൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ഏതെങ്കിലും തിന്മയോ ഏതെങ്കിലും ചീത്ത സ്വഭാവമോ നമ്മൾ ആരും ആഗ്രഹിച്ചവരല്ല. എന്നാൽ അത് കടന്നു വരുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ശത്രു നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് സ്നേഹനിധിയായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നമുക്ക് തെരഞ്ഞെടുപ്പിനുള്ളതായുള്ള അവസരം തന്നിരിക്കുക. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപം വരും. 16-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തില് ഞാൻ യഹോവയോട് പറഞ്ഞത് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അവിടെ സങ്കീർത്തനക്കാരന് ഒരു തെരഞ്ഞെടുപ്പിന്റെ അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറയുക, അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഞാൻ യഹോവയോട് പറഞ്ഞത്. നമുക്ക് വല്ലപ്പോഴും നമ്മുടെ ദൈവത്തോടൊന്ന് മിണ്ടിക്കൊണ്ടിരിക്കണം, നമ്മുടെ ദൈവത്തോടൊന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണം, നമ്മുടെ ദൈവത്തോട് വല്ലതുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പറയുക, അവന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കി തീർത്തപ്പോൾ, അവന്റെ ജീവിതത്തെ ആകമാനമായിട്ട് അവിടെ ദൈവസ്ഥാനത്തിൽ അനുഗ്രഹിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ ഒരു തീരുമാനമെടുത്തു. അവിടെ പറയുക, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവന്മാരെ കൈക്കൊള്ളുന്ന വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ ജീവന്റെ ദൈവത്തെ എന്റെ മുൻപാകെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയിൽ എന്ന് പറവാൻ തൊക്കണം. നമ്മളെ കുലുങ്ങാത്തവരായിട്ട്, നമ്മളെ ഇന്ന് പകൽക്കാലം ഇളകാത്തവരായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവസ്ഥാനത്തിൽ കടന്നു വന്നപ്പോൾ നമുക്കും പറയുവാനായിട്ട് കഴിയണം, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? അതുകൊണ്ടാണ് ശത്രു അതേ ഈ മദ്യത്തിൽ കൂടെയും മയക്കുമരുന്നിൽ കൂടെയും നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്നതിന്റെ താല്പര്യം. സ്വയബുദ്ധിയിൽ ആരും ശാപം തിരഞ്ഞെടുക്കത്തില്ല. അതിനുവേണ്ടി സാത്താൻ ഒരുക്കുന്ന വലിയൊരു തന്ത്രമാ നമ്മുടെ ജീവിതത്തിലെയും മദ്യവും മയക്കുമരുന്നും ഏൽപ്പിക്കുന്നതെന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവം അനുഗ്രഹം തന്നെങ്കിൽ അനുഗ്രഹം തിരഞ്ഞെടുക്കുവാൻ ഗുണം. അത് നമ്മുടെ നിത്യ ജീവനാ. അത് നമുക്ക് സ്വർഗീയ സന്തോഷം തരുന്ന അനുഭവമാണെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുവാൻ ഗുണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇപ്പോൾ അത് വായിക്കുന്നില്ല, അത് നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചാൽ മതി. ആവർത്തന പുസ്തകം തന്നെ അതിന്റെ 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വാക്യത്തില് അവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ, അവന്റെ വചനം അനുസരിച്ചാൽ അനുഗ്രഹത്തിന്റെ ഒരു വലിയ കൂട്ടം ലിസ്റ്റ് അവിടെ കൊടുക്കുക. അവിടെ നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി വരെ അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ പേരും പിറപ്പും അതെ നിന്റെ സകലതും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. എന്നാൽ 15 മുതൽ ഏകദേശം 10-60 വാക്യം താഴോട്ട് കടന്നു വരുമ്പോൾ ശാപം അതുകൊണ്ട് വായിച്ചാൽ മതി. നമ്മളെ അതിശയിപ്പിക്കുന്ന ഇത്രമാത്രം ശാപമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ അവസാനം വരെ 14 വാക്യം വരെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കണം. കാരണം അത് നമ്മുടെ അനുഗ്രഹത്തിന്റെ അതേ ഉറപ്പാ ദൈവസന്നിധിയിലുള്ളത്. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചാൽ, ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ശാപം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അനുഗ്രഹവും ശാപവും എവിടെ വെച്ചിരിക്കുക? നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക.
ഇന്ന് നമുക്ക് തെരഞ്ഞെടുക്കുവാൻ തൊക്കണം. ഇത് രണ്ടും വെച്ചിരിക്കുക. ഈ പൊൻ തളികത്തിൽ ഈ രണ്ട് സാധനം വെച്ചിരിക്കുക. ഏത് തിരഞ്ഞെടുക്കും? നമുക്ക് സ്വയബുദ്ധിയുള്ള ആരും ശാപം തിരഞ്ഞെടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് അത് ആ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ഇപ്രകാരം പറയുന്നു: ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. ഇത് ദുഷ്കാലമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ആരുടെയെങ്കിലും അത് ഏതെങ്കിലും വിധമായിട്ടുള്ള സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ രാവിലെ വരുന്ന നമ്മുടെ വർത്തമാന പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. അല്ലെങ്കിൽ അല്പസമയം നമ്മുടെ ന്യൂസിന്റെ ആ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ TV അല്പസമയം ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇത് ദുഷ്കാലമാണോ അല്ലയോ എന്നുള്ളതിൻ്റെതായിട്ടുള്ള നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുക: സമയം തക്കത്തിൽ വിനിയോഗിക്കുക, അത് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട്. മേക്ക് ദ മോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ലെറ്റ് മീ ടെൽ യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലെറ്റ് us മേക്ക് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളെ ദൈവം അതേ ബുദ്ധിയുള്ള മനുഷ്യനാക്കി. അതേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യനുണ്ടോ എന്ന് നോക്കിയപ്പോൾ എല്ലാവരും അതേ കൊള്ളരുതാത്തവരായിട്ട് തീർന്നു പോയെങ്കിൽ ഇന്ന് നമ്മളെ അതേ ബുദ്ധിയുള്ളവരായിട്ട് അവന്റെ വചനം അനുസരിക്കുവാൻ തൊക്കണം. അതേ ദൈവത്തിന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുവാൻ തൊക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിപ്പാൻ ദൈവം തന്ന അനുഭവത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പ്രകാരം ഓർപ്പിക്കുക: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവേൻ. അവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വർഗീയമായുള്ള പരിജ്ഞാനം, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ കലവറ നമുക്ക് വേണ്ടി തുറന്ന് തന്നിരിക്കുമ്പോൾ ഇതനുസരിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നെങ്കിൽ ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ ആലോചന വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുക: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവേൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഇന്ന് സന്ധ്യാസമയത്ത് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ചില ആലോചന ഒരുമിച്ച് നമുക്ക് ഏറ്റെടുക്കുവാൻ തൊക്കണം. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല. നമ്മൾ ആരും അജ്ഞാനികളായി തീരുവാൻ തൊക്കണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ഇന്ന് രാത്രി വേണ്ട. നമുക്ക് ജ്ഞാനികളായിട്ട് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവരായിട്ട് അവിടുത്തെ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് സ്വർഗീയ പരിജ്ഞാനം നമുക്ക് തന്നിരിക്കുമ്പോൾ അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ തൊക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ അത് ദൈവിക ആലോചന ഏറ്റെടുക്കുവാനായിട്ട് തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. 16-17 വാക്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 16-17. മതി. Just then a man came to Jesus and asked, "Teacher, what good thing must I do to get eternal life?" അനന്തരം ഒരുത്തൻ ഓടി വന്ന്, "ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് എന്ന് അവിടെ യേശു കർത്താവ് അവനോട് ചോദിച്ചത്. Let me tell you, my dear brothers and sisters, there are lot of questions in the Bible. ബൈബിളില് വേദപുസ്തകത്തില് അനേക ചോദ്യങ്ങളുണ്ട്. Let me tell you, if you do ask the questions, you are going to get the answers today because the answer is here today. ഉത്തരമായവൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. നമ്മളൊക്കെ പല പല ചോദ്യങ്ങളുമായിട്ട് ഇന്ന് രാത്രി നമ്മളെയൊക്കെ മതിക്കുന്ന, നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന അനേക ചോദ്യങ്ങളുമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചോദ്യം കൊണ്ടുവരും, അങ്ങനെ തന്നെ മടക്കി കൊണ്ടുപോകും. പിറ്റേ ദിവസം ഈ ചോദ്യം കൊണ്ടുവരും, നമ്മൾ ആരും ചോദിക്കത്തില്ല. അതെ, ലെറ്റ് മീ ടെൽ യു, if you are bold enough,
if you are going to be courageous enough to ask this question, you are going to get the deliverance today. ഇന്ന് രാത്രി ആരൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നോ അവർക്കൊരു വിടുതലിന്റെ രാത്രിയാ, ഒരു വെളിപ്പാടിന്റെ രാത്രിയാ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്ന രാത്രിയാ ഇന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്കുള്ള വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. That question was the most relevant, the most important question of all generation. അല്ലെങ്കിൽ ഈ ലോകത്തില് അത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. അതിന്റെ താല്പര്യം എന്തുവാ അവന്റെ ചോദ്യം? What must I do to get eternal life? He knew that there is something lacking in his life, that he is going to lose the eternity. അവന്റെ ജീവിതത്തിൽ അവന് നിത്യത നഷ്ടപ്പെടുന്ന എന്തോ ചില പ്രശ്നമുണ്ടെന്നുള്ളത് ആർക്ക് പിടികിട്ടി? ഈ ചെറുപ്പക്കാരന് പിടികിട്ടി. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവ്, നമ്മുടെ തിരിച്ചറിവിനെ അനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ആർക്കെങ്കിലും അത് വലിയൊരു, if you have an iota of doubt that you are not going to get the eternity, let me tell you, my dear brothers and sisters, നമ്മൾ വളരെ കരുതലോടെ വേണം ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, വളരെ ഉത്തരവാദിത്വത്തോടെ വേണം. കാരണം നിത്യത ഈ ലോകത്ത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ന് എന്ത് പ്രയോജനം? This young gentleman, let me call him a gentleman. എന്നാൽ അവന്റെ അവസാനത്തെ അനുഭവം കാണുമ്പോൾ നമുക്ക് അവനെ ജെന്റിൽമാൻ എന്ന് വിളിക്കാമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇപ്പോൾ അവന്റെ സിൻസിയറിറ്റി, ദ ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ്, അവന്റെ ചോദ്യം, അവന്റെ പ്രതികരണം, അവൻ കടന്നു വന്ന അവന്റെ വരവ്, അതൊക്കെ കാണുമ്പോൾ അവനെ ഒരു നല്ല വ്യക്തിയെന്ന് ഞാൻ വിളിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. He had an encounter with Jesus. Let me tell you, my dear brothers, once in a while you need to have an encounter with Jesus. യേശുവുമായിട്ട് ഒരു അഭിമുഖം നമുക്കെല്ലാവർക്കും വേണം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, യാതൊരു സംശയമില്ല. നമ്മുടെ ദൈവവുമായിട്ട് നമുക്കൊരു അഭിമുഖമുണ്ടെങ്കിൽ, the Bible gives lot of accounts. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി റെഫറൻസ് നമുക്ക് തരിക. ദൈവവുമായിട്ട് അഭിമുഖം ലഭിച്ചതായുള്ള അനേക വ്യക്തിത്വങ്ങള് നമുക്ക് ഹാനോക്കിനെ കാണുന്നുണ്ട്. അവിടെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. നോഹയ്ക്ക് ദൈവ കൃപ ലഭിച്ചു. നോഹ ദൈവവുമായിട്ട് ഒരു അഭിമുഖമുണ്ടായി. ദൈവം ചില കാര്യങ്ങൾ നോഹയോട് പറഞ്ഞു. നോഹ അങ്ങനെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോഹയോ കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത നോഹയ്ക്ക് ദൈവ കൃപ ലഭിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. പിന്നീട് നമ്മൾ അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ അബ്രഹാമിനെ കാണുന്നു, മോശയെ കാണുന്നു, ദാവീദിനെ കാണുന്നു, ശലോമോനെ കാണുന്നു. അങ്ങനെ ലിസ്റ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഫോർ എവർ. അതങ്ങനെ താഴോട്ട് അനേക ലിസ്റ്റുകൾ വരിക. എന്നാൽ ദൈവത്തിന്റെ വചനം കേട്ട് മറുതലിച്ച അനേകരെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ രാജാവായ ശൗലിന്റെ ജീവിതത്തിൽ അവിടെ ദൈവവുമായിട്ട് ഒരു അഭിമുഖം കടന്നു വന്നു. എന്നാൽ അവന് ആ രാജ്യത്ത് നഷ്ടപ്പെട്ട അനുഭവത്തില് അവിടെ ചില നഷ്ടപ്പാടുകൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ദൈവത്തുമായിട്ടുള്ള അഭിമുഖം നമ്മുടെ ജീവിതത്തിൽ, ഇഫ് ദ എൻകൗണ്ടർ, അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ എൻകൗണ്ടർ, അതെ നമ്മുടെ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ, അത് നമ്മളെ നന്മയിലേക്ക് വഴി നടത്തും, അത് അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. എന്നാൽ അത് മറിച്ച് ശാപത്തിലേക്കും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി പേർക്ക് നമുക്കറിയാം, ഏറ്റവും വലിയ അപ്പോസ്തലനായുള്ള പൗലോസിന്റെ ജീവിതത്തിൽ വലിയൊരു എൻകൗണ്ടർ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു കാഴ്ച കണ്ട്, അതെ അവിടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആ എൻകൗണ്ടർ കാണുവാനായിട്ട് കഴിയും. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമരിയക്കാരത്തി സ്ത്രീക്ക് നട്ടുച്ചയ്ക്ക് അവിടെ സുഗാർ എന്ന പ്രദേശത്ത് വെച്ച് അവിടെ വലിയൊരു എൻകൗണ്ടർ ഉണ്ടായി. അവളുടെ ജീവിതമാകമാനമായിട്ട് മാറ്റിമറിച്ചു. അവളെ അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് തിരുവാന്തക്കണം ദേശത്തുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നു. നമ്മൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് പഠിക്കുമ്പോൾ അന്ത്രയോസ് യേശുവിനെ കണ്ടുമുട്ടി. അതെ, ഹി ബിക്കെയിം എ ഡിസൈപ്പിൾ. അവൻ യേശുവിന്റെ ഒരു ശിഷ്യനായി തീർന്നു. നമ്മൾ വീണ്ടും അതേ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 42-ാം
14-ാമത്തെ വാക്യത്തില് അവന്റെ സഹോദരനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ജീസസ് ഹാഡ് ആൻ എൻകൗണ്ടർ വിത്ത് ഫിലിപ്പ്. അത് യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നു. അവന് അവിടെ യേശുവിന്റെ അടുത്തേക്ക് അവന്റെ സഹോദരനുമായിട്ട് വരാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാം നഥനയേല് യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത് ഫിലിപ്പോസ് മൂലമാ. അപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അനുഭവമാ. അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം വരുത്തി അവനെ ദൈവിക അനുകൂലമുള്ള പ്രവർത്തനത്തിലേക്ക് വഴി നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് അവിടെ ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ സൗഖ്യമുള്ളവനായിട്ട് ഇന്ന് ആരൊക്കെ യേശുവിനെ ഒന്ന് അഭിമുഖം ആഗ്രഹിക്കുന്നോ, നിന്റെ ജീവിതത്തിന്റെ രോഗമാണോ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയാണോ, യേശുവിന്റെ അടുക്കലേക്കൊന്ന് വന്നാൽ അവൻ നിന്നെ സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ നിന്റെ മകനാക്കി മകളാക്കി അവന്റെ ഒരു ശിഷ്യനാക്കി യേശു നിനക്ക് തരുന്ന രക്ഷയ്ക്കായിട്ട് നമുക്ക് തരുന്ന അവന്റെ രക്ഷയുടെ സന്തോഷം ദൈവസ്ഥാനത്തിൽ ലഭിക്കുവാൻ തൊക്കണം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സ്ഥാനത്തിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിപ്പാൻ തൊക്കണം. കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഈ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് യേശു കർത്താവ് വിവാഹത്തിൻ്റെതായുള്ള ശുശ്രൂഷയുടെ അതിൻ്റെ മനോഹരതയെക്കുറിച്ച് അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ ചെറുപ്പക്കാർ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ദ എൻകൗണ്ടർ ഓഫ് ദിസ് ജെന്റിൽമാൻ അവന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ഈ വാക്യം വായിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ ഈ 16-ാമത്തെ വാക്യം വായിച്ചപ്പോൾ നമ്മുടെ ചിന്തയിൽ കൂടെ കടന്നു വന്ന ചില ചിന്തകള് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദിസ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോസ് ഹി ഈസ് നോട്ട് ഹാപ്പി ബിലീവിംഗ് ദാറ്റ് സിമ്പിൾ ബീയിങ് ജൂ അല്ലെങ്കിൽ ഒരു യഹൂദനായതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചില്ല. ഇന്ന് അനേകർ വിശ്വസിക്കുന്നത് അവർ ചില പള്ളികളിലായിരിക്കുന്നത് കൊണ്ട്, ചില സഭയിലായിരിക്കുന്നത് കൊണ്ട്, ചില കുടുംബത്തിലായിരിക്കുന്നത് കൊണ്ട്, ചില പേരുകൾ തോമസ് എന്നോ മത്തായി എന്നോ അബ്രഹാം എന്നോ ഒക്കെയുള്ള പേരുകൊണ്ട് സ്വർഗത്തിൽ പോകാനായിട്ട് അനേകർ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാര്യം പിടികിട്ടി. ഇവൻ ആരാ? ഇവനെക്കുറിച്ച് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുമ്പോൾ ഇവനൊരു ന്യായശാസ്ത്രിയാണ്, ഒരു യഹൂദനാ. യഹൂദ മതത്തിന്റെ അന്നത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു യഹൂദൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള അനേക പെരുന്നാളുകൾ കൊണ്ട്, ഉത്സവം കൊണ്ട്, അവരുടെ ന്യായപ്രമാണം കൊണ്ട് യഹൂദ മതത്തെ വളരെ കെട്ടുറപ്പോടെ നിലനിർത്തിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവരുടെ പഠിപ്പിക്കലുള്ള പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും മഹാപുരോഹിതന്മാരും യഹൂദ മതം മുഴുവനായിട്ട് പഠിപ്പിക്കുന്നത് ഒരു യഹൂദനായാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്വർഗത്തിൽ പോകുമെന്ന്. ഇന്നും അനേക സഭകൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന മതത്തിൽ ഇന്ന സഭയിൽ ഇന്ന വീട്ടിലെ അംഗമായതുകൊണ്ട് നമ്മളൊക്കെ പറയും എൻ്റെ വീട്ടില് മെത്രാച്ചനുള്ള കുടുംബമാ അല്ലെങ്കിൽ അച്ഛനുള്ള കുടുംബമാ, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് പേഴ്സണൽ എക്സ്പീരിയൻസാ. ഞാനും നമ്മുടെ കർത്താവുമായിട്ട്, നമ്മളും നമ്മുടെ കർത്താവുമായിട്ട് വ്യക്തിപരമായുള്ള ഒരു ബന്ധത്തിലേക്ക് കടക്കുവാനായിട്ട് ഒന്നാമതായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലായി അവൻ ഒരു യഹൂദനായിരിക്കുന്ന ആ കാരണത്താൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ല. രണ്ടാമതായിട്ട് അവനൊരു കാര്യം പിടികിട്ടി, അവനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ there is something lacking, ഏതോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ? കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെതായുള്ള കുറവുകൾ നമ്മളെ അകറ്റി നിർത്തുന്നതാണെങ്കിൽ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ ദൈവസ്ഥലം നമ്മളെ അകറ്റി നിർത്തുന്നതാണെങ്കിൽ, അതുകൊണ്ട് അവനൊരു കാര്യം തീരുമാനിച്ചു. അവൻ അവിടെ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ചില ഉത്തരങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. കാരണം അന്നത്തെ കാലത്ത്
നമുക്കറിയാം യഹൂദ മതത്തില് പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, സദൂക്യരുണ്ട്, അങ്ങനെ ചില കൂട്ടം ആൾക്കാരുണ്ട്. അതെ, ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ അവരെ ഈ തെരുവെഴുത്ത് അവർ പകർത്തി എഴുതുന്നവരാ. ദേ ആർ സ്ക്രൈബ്സ്. അല്ലെങ്കിൽ ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ അവര് ഈ തിരുവെഴുത്ത് വീണ്ടും വീണ്ടും എഴുതി അത് ഏകദേശം അവർ ഹൃദയസ്ഥമാക്കി വളരെ മനഃപ്പാഠമായിട്ട് പഠിച്ച് വളരെ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നവരാ. പരീശന്മാരെന്ന് പറയുന്നത് അവര് യഹൂദന്മാരുടെ നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ മുഴുവൻ അത് കാണാതെ പഠിച്ച് അതിൻ പ്രകാരം ജീവിതത്തെ നയിക്കുന്നവരാ. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ പരീശന്മാര് പലപ്പോഴും ഈ നസറേത്തിലെ തച്ചന്റെ മകനായിട്ടുള്ള യേശുവിനെ കുറിച്ച് അവർക്ക് വലിയതായിട്ടുള്ള ആ പ്രശംസയൊന്നുമില്ല. അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അവർ പലപ്പോഴും താന്ന് ചിന്തിക്കുന്ന അനുഭവമാ. അതുകൊണ്ട് ഇവര് എപ്പോഴൊക്കെ യേശുവിന്റെ അടുത്ത് കടന്നു വന്നാലും എന്തിനു വേണ്ടി അവർ വരുന്നത്? യേശുവിനെ പരീക്ഷിക്കാൻ. മർക്കോസിന്റെ സുവിശേഷം 8:11 അതേ, അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായിട്ട് തർക്കിച്ചു. അപ്പോൾ ഇവര് കടന്നു വരുന്നത് മുഴുവനും പരീക്ഷിക്കാനും തർക്കിക്കാനും യേശുവുമായിട്ട് വഴക്കടിക്കാനാണ് വരുന്നത്. ഇന്ന് അനേകര് ദൈവസ്ഥനിലേക്ക് കടന്നു വരുന്നത് കുടുക്ക് ചോദ്യം ചോദിക്കാനായിട്ടാ. ഓരോ കുടുക്ക് ചോദ്യം കടന്നു വന്നിട്ട് ഇന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ, അത് മദ്യപിക്കാം, അല്പം മദ്യപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ കോട്ടി മാറ്റി പല രീതിയിൽ ദൈവവചനത്തെ വികലമാക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ഇവിടെ ഈ പരീശന്മാരും ഇത് തന്നെയാ. ഇവരെ നമ്മൾ നോക്കിയാൽ, മതപരമായിട്ട് നോക്കിയാൽ യഹൂദ മതവുമായിട്ട് ഇവർ ഒത്തിരി അടുത്ത് നിൽക്കുന്നവരാ. ഇവരെ എല്ലാ പ്രമാണങ്ങളും ഇവര് വളരെ കൃത്യമായിട്ട് പാലിക്കുന്നവരാ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. പിന്നെയും പരീക്ഷിച്ച് ചോദിക്കുന്നവരാ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് നിന്നു. അതിന്റെ 18-ാമത്തെ വാക്യത്തില് യേശു അവരുടെ ദുഷ്ടതയെ അറിഞ്ഞു. അതിന് 35-ാമത്തെ വാക്യത്തില് അവരിലൊരു വൈദികൻ അവനെ പരീക്ഷിച്ചു. അപ്പോൾ ഈ കടന്നു വരുന്നവർ ആരൊക്കെയാ? ഇവര് പരീക്ഷിക്കാൻ കടന്നു വരുന്നവര്, വഴക്കുണ്ടാക്കാൻ കടന്നു വരുന്നവര്, തർക്കിക്കാൻ കടന്നു വരുന്നവര്, ദുഷ്ടത നിറഞ്ഞവര്. അതിൽ ആരൊക്കെയാ? ഒരു വൈദികൻ പോലും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ കാണാനായിട്ട് കഴിയും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ, വഴക്കുണ്ടാക്കുവാൻ, ഭിന്നതയുണ്ടാക്കുവാൻ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായിട്ട് മാത്രമാ ഇവരൊക്കെ കടന്നു വരുന്നത്. നമ്മൾ മത്തായി 22:36 വാക്യത്തില് ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ച് അവനെ പരീക്ഷിച്ചു. അപ്പോൾ ഇവരുടെ ജോലി മുഴുവനും പരീക്ഷിക്കുക. എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ പ്രത്യേകത, അവൻ പരീക്ഷിക്കാൻ കടന്നു വന്നവരല്ല, അവൻ റിയലായിട്ട് ഒരു ആവശ്യവുമായിട്ട് കടന്നു വന്നത്. കാരണം ദിസ് ഈസ് ഹിസ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അവൻ ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ, കാരണം യേശു ഗലീലിൽ നിന്ന് യെരുശലേമിലേക്ക് അവന്റെ ക്രൂശീകരണത്തിനായിട്ട് പോകുന്ന യാത്രയുടെ അവസാന ലാപ്പിലാണ്. ഈ യാത്ര യെരുശലേമിൽ അവസാനിച്ചാൽ അവൻ വീണ്ടും മടങ്ങി വരുമെന്ന് യേശുവിനെ ഇവൻ എവിടെ വെച്ചാ കണ്ടുമുട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ പോലെ GPS സംവിധാനമോ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ലാത്ത ഈ സംവിധാനത്തിന്റെ നടുവിൽ അവൻ യേശു എവിടെയാണെന്ന് തിരക്കി അറിഞ്ഞു കേട്ടോ. നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വിവരിക്കാനായിട്ടുണ്ട്. സമയച്ചെടുക്കുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അനന്തരം ഒരുത്തൻ വന്ന്, അനന്തരം ആഫ്റ്റർ ദാറ്റ് ഹി കെയിം ടു ജീസസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവിടെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അവൻ യേശുവിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതെ, അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം പിടികിട്ടി. there is the best person in the city. if I am going to him I can ask my questions. എൻ്റെ എല്ലാ സംശയങ്ങളും അവനോട് ചോദിക്കാമെന്ന് ഈ വ്യക്തിക്ക് അവിടെ മനസ്സിലായത് കൊണ്ട് അവൻ യേശുവിനെ തിരഞ്ഞു വരികയാ. ഇവൻ എങ്ങനെയാ വന്നത്? നമുക്ക് ഇതേ ഭാഗങ്ങള് നമ്മൾ ഈ വായിച്ച മത്തായിയുടെ സുവിശേഷം അതിന്റെ 19-16 മുതലുള്ള വാക്യങ്ങളും ഇതേ അനുഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതലും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18 മുതലും വായിക്കുന്നുണ്ട്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. മർക്കോസ് 10:17.
മതി മതി, അത്രയും ആ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ. ഹൗ ഡിഡ് ഹി കം? ഹി വാസ് റണ്ണിങ് ടു ജീസസ്. അവൻ ഓടി വന്നു. നമുക്കിവിടെ 6:30 മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സാവധാനത്തില് 7:30 ആകുമ്പോൾ വന്നാൽ മതി എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. ഹി വാസ് കമ്മിങ് റണ്ണിങ് ടു ജീസസ്. അവൻ ഓടി വരിക, യേശുവിനെ കാണാനായിട്ട് തിടുക്കത്തോടെ അവൻ കടന്നു വരിക. നമ്മൾ ഈ കാഴ്ച യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ മഗ്ദലക്കാരത്തെ മറിയ, ഏത് ഭൂതങ്ങളെ പുറത്താക്കിയതായുള്ള മഗ്ദലക്കാരത്തെ മറിയ ഓടി വന്ന് കല്ലറയ്ക്കൽ യേശുവിനെ കണ്ട് അവിടെ യേശു ഇല്ലെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറയാനായിട്ട് വീണ്ടും ഓടി മടങ്ങി വന്ന് അവൾ യേശുവിനെ കാണുന്നിടം വരെ ആ കല്ലറയിൽ നിന്ന് മടങ്ങിപ്പോയില്ല. പ്രിയ ദൈവത്തിലെ, അതെ, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം വേണം. അതെ, we need to have a preparation to Jesus. നമുക്ക് യേശുവിനെ കാണാൻ ഒരു ഒരുക്കം വേണം. ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ he was running to Jesus. വന്നിട്ട് എന്താ ചെയ്തത്? വായിച്ചേ. ഓടി വന്ന് മുട്ടുകുത്തി. he was kneeling down. he was worshiping Jesus. ആരാ? അതുകൊണ്ട് നമുക്ക് നോക്കാം. ലൂക്കോസ് 18:18 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 18:18. ഒരു പ്രമാണി, അവിടെ ഇംഗ്ലീഷിലെ ബൈബിൾ ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് എ റൂളർ. ഹീസ് എ റിച്ച് റൂളർ. അല്പം സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ പിന്നെ യേശുവിനെ നമസ്കരിക്കണം. ആരെങ്കിലും പള്ളിയിൽ പോകുമോ? ഇച്ചിരി സമ്പത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ, സമ്പത്താണ് പണത്തിന് മീതെ എന്താ പരുന്തും പറക്കത്തില്ല. ഇന്ന് അല്പം പണമുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഈ ദൈവത്തിനെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് പല പഠിപ്പിക്കലും പലരും ചെയ്യുന്നത്. എന്നാൽ he was a rich ruler. How can you become a ruler in Jewish society? How can you become a ruler? അവനൊരു റൂളർ ആകണമെങ്കിൽ അവന് കുടുംബ പശ്ചാത്തലം വേണം, അവന് വിദ്യാഭ്യാസം വേണം, അവൻ 10 കൽപ്പനകൾ പ്രമാണിക്കുന്നവനായിരിക്കണം, യഹൂദന്മാരുടെ ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ചവനായിരിക്കണം. അവന് വലിയതായിട്ടുള്ള യോഗ്യത സമൂഹത്തിലുണ്ട്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഈസ് എ റിച്ച് റൂളർ. ഒരു ജില്ലാ കളക്ടർ, തീരെ കുറഞ്ഞത് ഒരു ജില്ലാ കളക്ടറുടെ പൊസിഷനുള്ള വ്യക്തിയാ. അവൻ ഓടി വന്നു, അവൻ ഓടി യേശുവിന്റെ അടുത്തേക്ക് വന്നു, അവൻ മുട്ടുകുത്തി യേശുവിനെ നമസ്കരിച്ചു. നമുക്ക് യേശുവിനെ മുട്ടുകുത്തി നമസ്കരിക്കാമോ? നമുക്ക് ഓടി അവന്റെ സ്ഥാനത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ കഴിയുമോ? അതെ, നമുക്ക് പലപ്പോഴും കഴിയാത്തത്. ഇവന്റെ ജീവിതത്തിൽ ഞാൻ ഇവനെ പ്രശംസിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, he had a best question. He came all the way running to Jesus. He was kneeling down Jesus. He asked the best question. അവന് ഏറ്റവും മേൽത്തരമായുള്ള ചോദ്യം ചോദിച്ചു. അവൻ യേശുവിന്റെ അടുത്ത് വന്നു. അവന് മഹാപുരോഹിതന്റെ അടുത്ത് പോയില്ല, അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഉപദേശയുടെ അടുത്ത് പോയില്ല. അവൻ he came to Jesus. Let me tell you, my dear brothers and sisters, ഇന്ന് രാത്രി നമ്മൾ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നാൽ അവൻ വ്യക്തമായിട്ട്, അവൻ ശക്തമായിട്ട് നമുക്ക് വേണ്ടത് പറഞ്ഞു തരുന്ന ഒരു വലിയവനാളുടെ ദൈവമാ. അതെ, ഈ വ്യക്തി അവൻ ഓടി വന്ന് അവന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു. അവൻ പക്ഷെങ്കിൽ അവന്റെ ചോദ്യത്തിനകത്ത് ചില പെശകുണ്ട്. അവന്റെ ചോദ്യം എന്തുവാ? മത്തായി 19:16 ചോദ്യം എന്തുവാ? ഒരു കൈ അവിടെ വെച്ചേക്കണേ. ആ മത്തായി 19:16. മതി. അവിടെ അവന്റെ ചോദ്യത്തിനകത്തൊരു പെശകുണ്ട്. എന്തുവാ പെശക്? നിത്യജീവനെ പ്രാപിക്കാൻ പോയിരിക്കുന്ന പെശകല്ല, അത് നല്ലതാ. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അവന്റെ ചോദ്യത്തിനകത്തെ പെശക്, വാട്ട് ഗുഡ് തിങ് മസ്റ്റ് ഐ ഡു ടു ഗെറ്റ് എറ്റേണൽ ലൈഫ്? ഞാൻ എന്ത് നന്മ ചെയ്യണം? ഇന്ന് അനേകര് യാഗകർമ്മത്തിൽ കൂടെ, ദാനകർമ്മത്തിൽ കൂടെ, സൽപ്രവർത്തികൾ കൂടെ നല്ലത് ചെയ്ത് സ്വർഗത്തിൽ പാനായിട്ട് അനേകർ കാത്തിരിക്കുക.
എന്നാൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥൻ കാൽവറി കുളക്കളത്തിൽ നമുക്ക് വേണ്ടി മരണം വരിച്ചത്, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയത്, അതേ അവൻ്റെ രക്തത്താലല്ലാതെ അതേ യാതൊരു ആ രീതിയിൽ നമുക്ക് രക്ഷ തരുവാനായിട്ട് കഴിയാതിരുന്നപ്പോൾ സ്വർഗത്തിൻ്റെ മണിമകുടമായുള്ള ഏകജാതൻ താണലോകത്തിലേക്ക് കടന്നു വന്ന് അവൻ പാപത്തിൻ്റെ മറുവിലയായിട്ട് തീർന്ന് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവൻ്റെ രക്തമാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു യഹൂദന് യേശുവിന്റെ ക്രൂശീകരണം നടന്നിട്ടില്ല, പഴയ നിയമ പശ്ചാത്തലത്തില. അതുകൊണ്ട് യേശു കർത്താവിനോട് ചോദിച്ചു, നീ അതെ യേശുവിനോട് ഈ വ്യക്തി ചോദിക്കുന്നത് ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവനെന്താ പറഞ്ഞത്? നീ കൽപ്പനകൾ പ്രമാണിക്കാൻ പറഞ്ഞു. പഴയ നിയമകാലത്ത് ഒരു ഇസ്രായേലിയൻ, ഒരു യഹൂദൻ, അവൻ കൽപ്പനകൾ പ്രമാണിച്ചാൽ അവൻ സ്വർഗത്തിൽ പാം. സ്വർഗത്തിലെ നമ്മളെ ഗലാത്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാ? ഈ ന്യായപ്രമാണം ശിശുപാലകനായിട്ട് അതെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ കൊണ്ടുപോകാനായിട്ട് ഈ ന്യായപ്രമാണം മുഴുവനായിട്ട് ചെയ്യുവാൻ ഒരു വ്യക്തിയെ കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ജഡരൂപമെടുത്ത് ഈ താണലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ he had a best question. He came all the way to Jesus. He came running to Jesus. He knelt down in front of Jesus. അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. യേശുവിനോട് പറഞ്ഞെന്നാൽ അവൻ്റെ ചോദ്യത്തിനകത്ത് അവനെ യേശുവെന്ന് അവനെ അഭിസംബോധന ചെയ്യുവാനായിട്ട് അവൻ മടി കാണിച്ചു. അവനവിടെ യേശുവിനെ അഭിസംബോധന ചെയ്തെന്തുവാ? നല്ല ഗുരു, ഗുഡ് ടീച്ചർ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് ചോദിക്കുന്ന ചോദ്യമല്ല പള്ളിക്കൂടത്തിലെ സാറിനോട് ചോദിക്കുന്നത്. പള്ളിക്കൂടത്തിലെ സാറിനോട് ചോദിക്കുന്ന ചോദ്യമല്ല പള്ളിയിലെ അച്ഛനോട് ചോദിക്കുന്നത്. പള്ളിയിലെ അച്ഛനോട് ചോദിക്കുന്ന ചോദ്യമല്ല കൂട്ടുകാരോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വ്യക്തി തരാൻ കഴിയാവുന്ന ഉത്തരം ലഭിക്കുന്ന ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത്. ഇവന്റെ ചോദ്യം എന്തുവാ? അവന് നിത്യജീവനാ വേണ്ടത്. ഗുരുവിന് അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് നിത്യജീവൻ കൊടുക്കാൻ കഴിയുമോ? അപ്പൊ അവൻ യേശുവിനെ യേശുവാണെന്ന് അറിയാം. പക്ഷെ അവന്റെ പ്രശ്നം യേശുവിനെ യേശുവായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ സമൂഹത്തിൽ അവന്റെ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവനെ എക്സ്പെൽ ചെയ്യും. അവന് പിന്നെ അവിടെ സ്ഥാനമില്ല. യേശുവിനെ അവനൊരു വലിയ ഡയലമയില, അവന് വലിയൊരു ആശയക്കുഴപ്പത്തില. യേശുവാണ് രക്ഷകനെന്ന് അവൻ അറിയാം. എന്നാൽ യേശുവിനെ നല്ല ഗുരു ഇന്ന് അനേകരെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ സമൂഹം എന്തോ പറയും, വീട്ടിലെന്തോ പറയും, കൂട്ടുകാരെന്തോ പറയും, മറ്റുള്ളവരെന്തോ പറയുമെന്നുള്ള അതിൻ്റെതായുള്ള താല്പര്യം അനുസരിച്ച് പലപ്പോഴും യേശുവിനെ ഒരു ഗുരുവായിട്ട് അംഗീകരിച്ചേക്കാം, ഒരു പ്രവാചകനായിട്ട് അംഗീകരിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായിട്ട് അംഗീകരിച്ചേക്കാം. അങ്ങനെ പല രീതിയിലാണ് ഇന്ന് യേശുവിനെ യേശുവായിട്ട് മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു കർത്താവ് എന്ന നാമം മാത്രമേ ഉള്ളൂ. ആ യേശു വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി. അതെ, ഞാൻ എൻ്റെ ചിന്ത ഒത്തിരി സമയം ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം സമയം മുന്നോട്ട് ഒത്തിരി കടന്നുപോയി. അതെ, ഇവനൊരു വലിയ പ്രമാണിയായിരുന്നു. അവന്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതാ, അവൻ ഒത്തിരി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തതാ, അവൻ ഒത്തിരി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തതാ. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞിരിക്കേണ്ടത്, അവൻ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അവൻ മനസ്സിലാക്കാനായിട്ട് അവന് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മളൊക്കെ കൂട്ടായ്മ കൂടുന്നവരാ, കൂട്ടായ്മ ലീഡ് ചെയ്യുന്നവരാ, വചനം സംസാരിക്കുന്നവരാ. നമ്മൾ ഈ യേശുവിനെ ആരായിട്ടാണ് കണ്ടിരിക്കുന്നത്? യേശു നമ്മുടെ ജീവിതത്തിൽ ആരാ? യേശുവിനെ യേശുവായിട്ട് അംഗീകരിക്കാതിരിക്കാനായിട്ട് ഈ സമൂഹം നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ സഭകൾ, നമ്മുടെ പഠിപ്പിക്കലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെതായുള്ള തീരുമാനങ്ങൾ നമ്മളെ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അടിയറവ് പറയാം. കാരണം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എല്ലാ മുഴങ്കാലും അവന്റെ സ്ഥാനത്തിൽ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. ഇന്ന് അവന്റെ സ്ഥാനത്തിലേക്ക് നമുക്ക് കടന്നു
വരുവാനായിട്ട് ഇങ്ങനെ ഈ മനോഹരമായുള്ള ഒരവസരം തന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. മത്തായി 19-ന്റെ 18-19 വാക്യങ്ങൾ പെട്ടെന്ന് വാക്യം വായിച്ച് മുന്നോട്ട് കടന്നുപോയി ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതെ, യേശുവിനോട് അവൻ ചോദിച്ചു എന്ത് നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു കൽപ്പന പ്രമാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിക്കുക കൽപ്പന ഏതാ? ആരാ ചോദിക്കുന്നത്? ന്യായശാസ്ത്രി. കൽപ്പന അരച്ച് കലക്കി കുടിച്ചവൻ. അവിടെ നെടുമ്പാളടിച്ച് വീണ് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് മനസ്സലിയണമേ, ഞാൻ അങ്ങേ അതെ ആരാധിക്കുന്നു പറഞ്ഞ് അവിടെ നെടുമ്പാളടിച്ച് വീണ് കരയേണ്ടവൻ അവിടെ വീണ്ടും ചോദിക്കുക കൽപ്പന ഏതാ? നമ്മൾ അനേക വർഷമായിട്ട് കൂട്ടായ്മ കൂടുന്നവരാ. ഇന്നും യേശുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ വചനം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അവിടെ നമ്മുടെ ജീവിതത്തിൽ അവിടെ കടന്നു വന്നിട്ട് യേശു ഓരോന്നായിട്ട് കൽപ്പന അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. 5-ാമത്തെ കൽപ്പന മുതൽ താഴെയോട്ട് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ യൗവനക്കാരൻ പറഞ്ഞ വാക്ക് 20-ാമത്തെ വാക്യം, യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്തേ എന്ന് ചോദിച്ചു. നമ്മുടെ അവസ്ഥയാണ്. ഇന്ന് രാത്രി നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഈ കൽപ്പന യേശു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയുക ഇതെല്ലാം ഐ ആം ഡൂയിങ് ദിസ് സിൻസ് ഐ വാസ് എ ബോയ്. എന്നെ അറിയാമോ? എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ 5-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞ് അവൻ യേശുവിനെ പരിഹസിക്കാനായിട്ട് ശ്രമിച്ചു. അവന്റെ ജീവിതത്തിൽ അതെ യേശു കർത്താവ് അത് പറഞ്ഞു കൊടുത്താനുള്ള സ്ഥാനത്ത് അവനെ നോക്കി. അതെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ച് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ സമയത്തിരുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഈ വാക്യം വായിച്ച് നമുക്ക് ചിന്ത അവസാനിപ്പിക്കാം. മർക്കോസ് 10:21. Jesus looked at him. Jesus loved him. And Jesus said to him, you lack one thing. യേശു അവനെ നോക്കി. യേശു നമ്മളെ സ്നേഹിക്കുന്നു. Jesus is looking each one of us sitting here. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും യേശു കാണുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ മടക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു കർത്താവ് പറയുക, യു ലാക്ക് വൺ തിങ്. നിനക്കൊരു കുറവുണ്ട്. ഞാൻ നോക്കിയാൽ ഒരു 100 കുറവ് കണ്ടുപിടിക്കാം. But our Jesus, our loving Jesus, he doesn't want to embarrass him. അവനെ ആൾക്കൂട്ടത്തിന് നടുവിൽ നാണക്കെടുത്താൻ കർത്താവിന് താല്പര്യമില്ല. യേശു കർത്താവ് നോക്കിയാൽ അവൻ യേശുവിനെ ഗുരുവെന്ന് വിളിച്ചു. അവൻ കൽപ്പന അറിയാമായിട്ടും അറിയത്തില്ലെന്ന് പറഞ്ഞു. അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യത്തിനകത്തെ ക്രാഫ്റ്റിനെസ് അവൻ പറഞ്ഞു നല്ലത് ചെയ്ത് എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പറഞ്ഞിട്ട് യേശു പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഒത്തിരി കുറവുള്ളവരാ. എന്നാൽ യേശു കർത്താവ് ഇന്ന് രാത്രി പറയുക, മൈ സൺ, മൈ ഡോട്ടർ, യു ലാക്ക് വൺ തിങ്. നമുക്ക് ഇന്ന് രാത്രി ആ ഒരു കുറവ് കണ്ടുപിടിക്കാമെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആശ്ലേഷിക്കുന്ന, നമ്മളെ അവന്റെ സനിൽ ചേർക്കുന്ന, നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരരുമനാഥൻ പറയുക, അതെ അവൻ നമ്മളെ സ്നേഹിച്ചു. അതെ, നമ്മൾ നോക്കിയാൽ നമ്മൾ ആരും അവനെ സ്നേഹിക്കത്തില്ല. നമ്മൾ നോക്കിയാൽ അനേക കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഇന്ന് രാത്രി നമ്മുടെ കൂട്ടുകാർ നമ്മളെ നോക്കിയാൽ ഓ അവൻ ഇന്ന കുറവുള്ളവനാ, അതെ ഇന്ന കുഴപ്പം അവന്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ സമൂഹം നോക്കിയാൽ, നമ്മുടെ അച്ഛൻ നോക്കിയാൽ, നമ്മുടെ ഉപദേശി നോക്കിയാൽ, നമ്മുടെ ബിഷപ്പ് നോക്കിയാൽ, നമ്മളെ നോക്കിയാൽ ഒത്തിരി കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യേശു കർത്താവ്, സ്വർഗത്തിലെ ദൈവം, സ്നേഹനിധിയായ കർത്താവ്, അവൻ നമ്മളെ നോക്കി പറയുക, മൈ സൺ, മൈ ഡോട്ടർ, യു ലാക്ക് വൺ തിങ്. നിനക്ക് ഒരു കുറവുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ആ ഒരു കുറവ് ഞാൻ നിങ്ങളെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്ഥാനത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയവനാൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. അവന് അതേ വളരെ സമ്പത്ത് ചില കാര്യങ്ങൾ അവിടെ അവനെ യേശു കർത്താവ് ഓർപ്പിച്ചു. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. അതിന് മത്തായി 19 പറയുന്നത് അതെ സെൽ യുവർ പൊസഷൻസ്, അത് അവന്റെ നിനക്കുള്ളത് വിറ്റ് കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. ഇഫ് there is something possessing you, you sell it എന്നാണ് അവിടെ പറഞ്ഞത്.
എന്നാൽ അവൻ അതിന് മനസ്സിലാത്തവനായിട്ട് അതെ ഹി കെയിം ടു ജീസസ് വിത്ത് ആൻ എൻതൂസിയാസം. അവൻ വളരെ സന്തോഷത്തോടെ അവൻ ഓടി വന്നതാ. എന്നാൽ അങ്ങനെ അവൻ മടങ്ങിപ്പോയത്. മർക്കോസ് 10:21 അവസാന വാക്യം എന്താ വായിച്ചത്? അവൻ ദുഃഖിതനായിട്ട് അവൻ മടങ്ങിപ്പോയി. When you come to Jesus, നമ്മൾ 126 സങ്കീർത്തനത്തിൽ പറയുന്നതിലൂടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സന്തോഷത്തോടെ വന്നവൻ അവിടെ സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ യേശുവിൻ്റെ സ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് ആരും കരഞ്ഞുകൊണ്ട് പോകരുത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അതെ 13 സങ്കീർത്തനം 5-6 വാക്യത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അതെ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. യഹോവ എനിക്ക് നന്മ ചരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടുമെന്ന് പ്രഭാതക്കണം. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കാണിച്ചു തന്നതിനായിട്ട് അതെ മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ, അതെ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഒരു കുറവ് നിനക്കുണ്ട്. ഇന്ന് രാത്രി ആ കുറവ് ഏറ്റുപറയുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ കണ്ടതിനായിട്ട്, അവിടുന്ന് ഞങ്ങളെ തൊട്ടതിനായിട്ട്, അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട്, അവിടുത്തെ സ്നേഹം രുചിച്ചറിയുവാൻ തൊക്കണം, അവിടുന്ന് സഹായിച്ചതിനായിട്ട്, നിത്യതയോളം ഞങ്ങളെ എത്തിക്കുവാൻ തൊക്കണം. അവിടുന്ന് അതെ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിയുക. ദുർദിവസങ്ങൾ വരുമെന്നറിഞ്ഞ് ആ ദിവസങ്ങളിലേക്ക് അതേ സകലവും സമാപിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയിലേക്ക് കടന്നു വരുവാൻ തൊക്കണം, യോഗ്യതയിലാക്കി തീർക്കുവാൻ തൊക്കണം. ഞങ്ങളുടെ കർത്താവിനെ, യേശു കർത്താവിനെ ഞങ്ങളുടെ നാഥനും രക്ഷിതാവുമായിട്ട് ഏറ്റെടുക്കുവാൻ തൊക്കണം. ഇന്ന് രാത്രി തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ വചനം കേട്ടതിന് മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കഠിനയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. സകലതും മടികൾക്ക് ജീവൻ തന്ന അരുമരക്ഷകന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ കേട്ട് ദുഃഖിച്ച് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ഏറ്റെടുത്ത് അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ രാത്രി വചനം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സൗരൻ കൃഷ്ണമൂർത്തി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരു അർഹതയുമില്ലാത്ത ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് സ്തുതിക്കാനും അങ്ങയുടെ തിരുവചനം കേൾക്കാനും ഞങ്ങളെ കൂട്ടിയതിനായി നന്ദി പറയണു കർത്താവേ. കർത്താവേ, വചനം പറഞ്ഞ രാജു സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റു പറഞ്ഞാൽ അത് നിവൃത്തി ചെയ്യുന്ന കർത്താവിൻ്റെ വളരെ അനുഗ്രഹപ്പെട്ട വചനം കർത്താവെ ഞങ്ങളെ കേൾക്കത്തതിനാൽ നന്ദി പറയുന്നു കർത്താവെ. ആ വചനം കേൾക്കുക മാത്രമല്ല കർത്താവെ, ആ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് ഞങ്ങൾ രുചിച്ചറിയുവാൻ അതിനെ ധ്യാനിച്ച് ഞങ്ങൾ അതിൻ്റെ കൽപ്പന പ്രകാരം നടക്കാൻ ഞങ്ങളെ തുണിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ രജി ഉപദേശി വന്നിട്ടുണ്ട് കർത്താവെ. വളരെ ചുരുങ്ങിയ ദിവസമാണെങ്കിലും കണ്ടിട്ടാണെങ്കിലും കർത്താവെ ആ ദേവദാസൻ്റെ എല്ലാ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ അറിയുന്നതിനെക്കാട്ടിയും കൂടുതൽ കർത്താവെ അങ്ങേ അറിയുന്നല്ലോ. ആ ദേവദാസനും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ തുണയിലും അവൻ്റെ എല്ലാ പ്രശ്നത്തിലും അങ്ങ് തുണയായിരുന്നുവല്ലോ. ഇനിയും കർത്താവെ അങ്ങയുടെ തിരുവചന പ്രകാരം നടക്കുന്ന അങ്ങയുടെ കൽപ്പന പ്രകാരം നടക്കുന്നതുകൊണ്ട് അവർക്കെല്ലാവരും തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാക്കത്തൂർ നിവാസികളും ഇവിടെ നമ്മുടെ ഇൻമേറ്റ്സ് എല്ലാവർക്കും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വചനങ്ങളാൽ അവരെ നിറയ്ക്കണമേ. വിശ്വാസിയെ ശിഷ്യന്മാരാക്കി മാറ്റാനുള്ള അങ്ങയുടെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഞങ്ങൾക്കും ഇതിന് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടെ വ്യാപരിച്ച ഈ വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ മനസ്സിനെ ഹൃദയത്തിനും വെച്ചിട്ട് ഈ ഒരു പ്രാർത്ഥന ഈ കാക്കത്തൂർ ദേശത്തിന് മൊത്തം ഒരു അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞവർ, രുചിച്ചറിഞ്ഞവർ ഞങ്ങൾക്കെല്ലാം ഒരു കാര്യത്തും പിന്നോട്ട് പോകാതെ മുന്നോട്ട് മാത്രം പോകാൻ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇനി നടക്കുമ്പോൾ ഓരോ പ്രോഗ്രാമിനും അങ്ങനെ തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസം കഴിഞ്ഞ് നാളേക്ക് രാവിലെയും വൈകുന്നേരം നടക്കുന്ന സെക്ഷനും കർത്താവിൻ്റെ തിരുകൃപയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളെ തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേവദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ്. ഇതിനെ ഒരുക്കുന്ന ജോസ് സാറും സുജാനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാംസിൽ എല്ലാ പ്രവർത്തകന്മാർക്കും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുപോലുള്ള വചനത്തിൻ്റെ ശക്തികളും ഇനിയും മുന്നോട്ട് പോകാനും എല്ലാ പ്രവർത്തനത്തിനും ഇതിന് തുണയായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. എല്ലാം സർവശക്തൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു.
ആത്മീയമായുള്ള ശുശ്രൂഷയിൽ ഒരുങ്ങുവാൻ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് തന്നെ ഉന്നതമായുള്ള സിംഹാസനത്തിൽ സ്വീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു മിശിഹായുടെ കൃപയും ആശ്വാസ്യം കരുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം ശ്വാസം കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കടന്നു വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കെടുത്ത് കർത്താവെ വിധങ്ങളായുള്ള ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്ത് കർത്താവെ ഇന്ന് ശുശ്രൂഷയിൽ അടിയങ്ങളോട് ചേർന്ന് പങ്കെടുത്ത എല്ലാവരെയും കർത്താവിൻ്റെ വരവോളം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുക. ഇപ്പോൾ കാപ്പി ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അതേ അവസരത്തിൽ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. പിതാവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ദൈവം യഥാർത്ഥത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ആ ദൈവം വാസ്തവത്തിൽ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞു. കാരണം ഇന്നത്തെ സാക്ഷ്യത്തിനും ബെന്നിൻ്റെ സാക്ഷ്യത്തിനും പ്രിയപ്പെട്ട രാജ് സാറിൻ്റെ ദൈവവചന ശുശ്രൂഷയ്ക്കും തമ്മിൽ അഭേദ്യമായ ബന്ധം നമ്മളെല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞു. കാരണം യുവാക്കളോട്, യുവജനതയോടുള്ളൊരു ആഹ്വാനം, അല്ലെങ്കിൽ ശലോമോൻ രാജാവിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നമുക്കിന്ന് കേൾക്കാൻ സാധിച്ചത്. യൗവനകാലത്ത് നമുക്ക് പ്രാപ്തിയും ആരോഗ്യവും ഉള്ളപ്പോൾ ആ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന. അതിനെ ഉദ്ധരിച്ചു പോയ എല്ലാ ഭാഗങ്ങളിലും ദൈവം വാസ്തവത്തിൽ നമ്മളോട് സംസാരിച്ചു. കേട്ട ദൈവവചന സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല വചനം കേൾപ്പിച്ചല്ലോ. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനത്തിലെ വൈകുന്നേരത്തെ ഈ സെഷനിലേക്ക് കടന്നു വന്ന് നമ്മളെ നിരവധി വചനങ്ങളിൽ കൂടി നമ്മളെ പ്രബോധിപ്പിച്ച, അല്ലെങ്കിൽ ഏത് വചനം അവസാനിച്ചാലും വന്ന് അവസാനിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, ദൈവകൽപ്പനകൾ പ്രമാണിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. തീർച്ചയായും നമ്മളൊക്കെ മറന്നുപോയ നമ്മളുടെ യൗവനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഉപകരിച്ച ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് പ്രബോധിപ്പിച്ച പ്രിയപ്പെട്ട രാജ് സാറിനുള്ള എല്ലാ നന്ദിയും കടപ്പാടുകളും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ദൈവനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്കായി നൽകിയ പ്രിയപ്പെട്ട ബെൻ, അറിയാം യൗവനപ്രായക്കാരനാണ്. 26-27 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്നും ദൈവം കണ്ടെത്തി നമ്മളിലേക്ക് അടുപ്പിച്ചപ്പോൾ ചേർന്ന് നിന്ന് നമുക്ക് ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് അടിയങ്ങളും നമുക്കും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ആ പ്രിയപ്പെട്ടവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് പ്രത്യേകിച്ച് ബെന്നിനോടുള്ള എല്ലാ കടപ്പാടുകളും നന്ദി ഈ അവസരത്തിൽ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് ചേർന്ന് വന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് റജീബദേശി റാന്നിയുടെ പ്രദേശത്ത് നിന്നും കടന്നു വന്നതിനെ പ്രത്യേകം ദൈവനാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രിയപ്പെട്ട അജിയച്ചൻ വർഷങ്ങളായി നമ്മളുടെ ഒരു വെൽവിഷറാണ്, അതിലുപരി നമ്മളുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടുകളും ദൈവനാമത്തിൽ അറിയിക്കുന്നു. തുടർന്ന് കൂടി സഹകരിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രകാശ് ബ്രദർ, താങ്ക് യു. വന്നു ചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മളുടെ ഇപ്പോൾ രാജ് സാറ് ചെയ്ത ശുശ്രൂഷ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അത് 24.7 ക്രിസ്ത്യൻ മീഡിയ. എല്ലാവരും ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. 24.7 ക്രിസ്ത്യൻ മീഡിയ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ആ ചാനലിൽ ഇന്നും നാളെയുമായിട്ടിത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പുകളിൽ ഇടുന്നതാണ്. അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ലിങ്ക് തരാവുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് യഥാസമയം കാണാം, വീക്ഷിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.